ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. മാരസറ്റ് ഗ്യാങ് തമ്മിൽ തല്ലി. അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും എൻ്റെ അഭിപ്രായവും. എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2018 ഞാൻ തുടങ്ങിയാണ് എൻ്റെ അഭിപ്രായം പറയാൻ. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ഒത്തിരി സന്തോഷം. എന്നെ കുറ്റം പറയുന്നവരുടെയും ഞാൻ കാണാറുണ്ട്. വടാ മക്കളെ, നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. കാരണം നിങ്ങൾ നല്ലത് പറയുമ്പോൾ ഞാൻ അത് കണ്ട് സന്തോഷിക്കാറില്ല. പിന്നാണ് നീയൊക്കെ മോശം പറഞ്ഞാൽ ഞാൻ അത് കണ്ട് വിഷമിക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് എന്നെ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. വിക്കി വല്ലാണ്ട് വെളുപ്പിക്കുന്നു. എന്താണ് ഞാൻ വെളുപ്പിച്ചത്? നിന്റെ തുണി വല്ലം തന്നോ ഞാൻ കഴുകി വെളുപ്പിക്കാൻ? വെൽ പെയ്ഡ്. ഞാൻ എന്താ വെടിയോ? ഞാൻ കുനിഞ്ഞു കൊടുത്തോ വെൽ പെയ്ഡ് എന്ന് പറയാൻ? എനിക്ക് ആ 2 പൈസ തന്നോ? ഏവനാടാ പറയുന്നേ? നീ തെളിവ് കേട്ട് വാ. എടാ, എന്നെ അശ്വന്ത് പോക്കാക്കരുത്. നീ തെളിവ് കൊണ്ടുപോടാ. നീ കേസ് തൊടാ. നിന്റെ സംസ്ഥാനം ഏതാ? നിന്റെ ജില്ല ഏതാ? നിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി നീ കേസ് രജിസ്റ്റർ ചെയ്. തൊപ്പിയുടെ നൻപൻ. അതേടാ, തൊപ്പിയുടെ നൻപൻ. തൊപ്പിയുടെ എന്നല്ല, എനിക്കറിയാവുന്നവരുടെ എല്ലാവരുടെയും നൻപൻ ഷമീറിനെ എനിക്കറിയാം. മക്കളെ, ചുമ്മാ ഫോൺ പോവല്ലേ മോനെ. ഞാൻ വയലന്റ് ആവുമല്ലോ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു ഇതില്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് പറ. അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നു, എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. എന്ന് വെച്ചിട്ട് അപരാധം പറയരുത്. 13 വർഷം കൂടെ നടന്ന ഒരു കൂട്ടുകാരൻ പറയുമ്പം അതിൽ സത്യം ഉണ്ടാവും ബ്രോ. നിന്റെ കൂടെ 13 വർഷമായിട്ടുള്ള ഒരു കൂട്ടുകാരനെ കാണിച്ചു തരാമോ? ഉള്ളവരുണ്ടായിരിക്കും കേട്ടോ. എന്നാലും നമ്മൾ സ്വയം ആലോചിച്ച് നോക്കും. 13 വർഷം അങ്ങനെയുള്ള കൂട്ടുകാരുള്ളവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എനിക്ക് കൊണ്ടുവരുത്തൻ എന്ന് വെച്ചിട്ട് എനിക്ക് തൊപ്പിയെ 4 വർഷം അറിയത്തുള്ളൂ, പോട്ടെ 5 വർഷം അറിയത്തുള്ളൂ, അല്ലെ പോട്ടെ 1 വർഷമായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വിക്കി പവേഡഡ് ബൈ രമ വേണു. അതെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരത്. വിക്കി പവേഡഡ് ബൈ. എടാ മോനെ, പവേഡഡ് ബൈ രമ വേണു ആരാന്നറിയണമെങ്കിൽ നീ ചാരുമൂടി ചുനക്കര സുഹൃത്ത് മാവേലിക്കര താലൂക്കിൽ വന്ന് തിരക്ക്. അപ്പൊ നിനക്ക് അറിയാൻ പറ്റും അവരാരാണ്. അല്ല, നിനക്ക് എൻ്റെ അടുത്തു നിന്ന് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വൈറ്റ് വാഷ് ഒരേ കമന്റിന് നമ്മൾ 2 തവണ നമ്മൾ റിയാക്ഷൻ കൊടുക്കത്തില്ല. ആഫ്റ്റർ തൊപ്പി ലൈവ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അണ്ണനായിരുന്നു ശരിയെന്ന്. വേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. എന്നെ ഒരുത്തനും സപ്പോർട്ട് ചെയ്യണ്ട. എന്റെ മൈക്കുണ്ട് ഇവിടെ. എന്നെ ഒരു പട്ടിയും സപ്പോർട്ട് ചെയ്യണ്ട. വേണ്ട. വെറുതെ വെളുപ്പിക്കാൻ ശ്രമിക്കല്ലേ ബ്രോ. റെസ്പെക്ട് കളയല്ലേ ബ്രോ. എന്നെ ആരും റെസ്പെക്ട് ചെയ്യല്ലേ. എന്തിനാണ് എന്നെ റെസ്പെക്ട് ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ അധ്യാപകനോ നിങ്ങളുടെ എന്താ പറയാ അച്ഛനും അമ്മയ്ക്കും തുല്യം നിൽക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ല. ചുമ്മാ ആരെയും കയറി ബഹുമാനിക്കാൻ നിൽക്കല്ലേ. ഞാൻ അഭിപ്രായം പറയുന്ന ഒരുത്തൻ എവിടെയോ നിന്ന്, എല്ലാരെയും പോലെ, നിങ്ങളെ പോലെ ചെറിയുള്ള മനുഷ്യൻ. എന്നെ ആരും റെസ്പെക്ട് ചെയ്യണ്ട. മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന തന്നാൽ മതി. പറയും ഞാൻ കാശ് മേടിച്ചിട്ടേ എന്നെ കോക്കാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കാശ് മേടിച്ചിട്ട് അവനെ സപ്പോർട്ട് ചെയ്യണ്ട. അത് തൊപ്പി ആര്? എന്റെ വാപ്പായ. അവൻ ആര്? അവൻ എനിക്കറിയാവുന്ന പയ്യൻ. നമ്മളെ
ഒരു സഭയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ അവനെ കാശ് മേടിച്ചിട്ട് അവൻ നാളെ അപരാധം കാണിയാൽ അവനെ കുറിച്ചും പറയും. ഞാൻ ചെയ്ത അവനും സപ്പോർട്ട് ചെയ്യത്തില്ല, ഏവനും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാറിലിരുന്ന ലവൻ വരെ പറയും. ഞാൻ കൂളായിട്ട് സംസാരിക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് മറ്റൊന്നും വിചാരിക്കണ്ട. അങ്ങനെ ഞാൻ ദേഷ്യപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. ഞാൻ ദേഷ്യപ്പെടുന്നത് ഇങ്ങനൊന്നുമല്ല, എനിക്ക് ദേഷ്യം വരില്ല. എന്താ അങ്ങോട്ട് നീങ്ങാത്തേ? വിക്കിയെല്ലാം മുന്നേ അറിഞ്ഞിരുന്നു. ഞാൻ പിന്നെ പ്രാന്താണോ എനിക്ക് നേരത്തെ വന്നിരുന്നിട്ട് അവൻ ഹോസ്പിറ്റലിലാണ്, അവന് വയ്യ, സർജറി കഴിഞ്ഞിട്ട് കിടക്കും, ഇതല്ലേ ഞാൻ പറഞ്ഞേ? ആളില്ലാത്ത നേരം നോക്കി അവർ പറഞ്ഞു. ഈ കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെ അടിയും വഴക്കും ഉണ്ടാവുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ചർച്ച ചെയ്യാവോ? തൊപ്പി ഇന്നലെ ഇട്ട ലൈവിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ആ പിള്ളേരുടെ ഭാവിയെ ബാധിക്കും. പക്ഷെ അവനത് ഇടാതെ വേറെ വഴിയില്ല. ഒരു ചാൻസ് എങ്കിലും ഇവന്മാര് കൊടുത്താൽ അവനെ ചെയ്യത്തില്ല. അത് തെളിയിക്കണ്ടേ? തെളിയിക്കാൻ വേറെ മാർഗമില്ല. വലിയ സാധനം കിടപ്പുണ്ടാക, ചെറുത് ബ്രോ, വലിയത് അമ്പോ. ഇവന്മാർ ഇവിടുന്ന് കൊടുക്കട്ടെ, അപ്പൊ അവൻ അവിടുന്ന് കൊടുക്കുമായിരിക്കും. വിക്കി ബ്രോ ട്രസ്റ്റ് ലെവൽ വേണ്ട. എനിക്ക് ആരും ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എനിക്ക് ഏവനെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ അളക്കത്തുള്ളൂ. ഞാൻ ഇല്ലാത്ത സമയത്ത് അവിടെ പ്രശ്നങ്ങൾ കാണും. അതെന്താ? ചേട്ടനനിയന്മാർ, ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ചേട്ടനനിയന്മാർ വരെ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകത്തില്ലേ? അടി കൂടത്തില്ലേ? പിന്നാണോ ഏതൊക്കെയോ 8 ഗ്രൂപ്പ്, ആരൊക്കെയോ പേര്, ആരേലും വന്ന് ഒരു ഗ്രൂപ്പ്, അതൊരു മുന്നോട്ട് പോകണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം, അല്ല മുന്നോട്ട് പോകത്തില്ല. അയ്യേ, ഞാൻ ദേഷ്യപ്പെടത്തില്ല. PR വിക്കി ഓൺ സ്റ്റേജ്, ആടാ ഞാൻ PR ആടാ, വിക്കി പ്ലക്കി, നിന്നെ ഞാൻ പ്ലക്കും. എന്നെ ആരും സപ്പോർട്ട് ചെയ്യല്ലേ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞോ. ഒരുപാട് ദേഷ്യപ്പെട്ടാൽ അതിലേറെ പൈസ കിട്ടുന്നേ. നോ പ്രോബ്ലം ബ്രോ. ഞാൻ ഒരാൾ വേദനിക്കുന്നതും ഞാൻ മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കുക പണ്ട് ചെയ്യുമായിരുന്നു, പണ്ട് പറയുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇല്ല. മനുഷ്യനെ തിരിച്ചറിഞ്ഞ പിന്നെ എനിക്ക് വേറെ പരിപാടികളൊന്നും അറിയത്തില്ല. എനിക്ക് വീഡിയോ ചെയ്യാനും ഞാൻ സംസാരിക്കുന്നത് എത്രയോ അമ്മമാർ, എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രോ നന്നായിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ രസമുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രശ്നത്തിൽ ഇരിക്കുമ്പം എനിക്ക് ഇമോഷണൽ ആവുന്നു എന്ന് വെച്ചിട്ട് ഞാനിവിടെ കിടന്ന് ശൊനത്താൻ നിൽക്കത്തില്ല. എടാ ഞാനും അവനും കൂടെ ലഹരിയാന്ന് പറഞ്ഞു, കല്ലാന്ന് പറഞ്ഞു. എടാ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ, നീയൊക്കെ വന്നെന്റെ ചോര എടുക്കും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ എവിടെ രമേശ് ചെന്നിത്തലയുടെ പോലീസ്? സാർ എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്റെ ചോരയിൽ കെമിക്കലിന്റെ ഒരംശം, മദ്യത്തിന്റെ ഒരംശം നിങ്ങൾ പറ, ഡ്രഗിന്റെ അംശം കാണിക്ക്. പഞ്ചാബ്. അപ്പം നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. അയ്യേ എടാ, എന്റെ ചോര എടുക്കുവാണെങ്കിൽ എനിക്ക് 50,000 രൂപ ഒന്നും വേണ്ട, എനിക്ക് 5,000 അതും വേണ്ട, എനിക്ക് 500 രൂപ തരണം എന്റെ ചോര എടുക്കുന്നതിന്. നീയൊക്കെ അതിനകത്തുനിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ 5 കോടി തരും. കെമിക്കലിന്റെ അംശം നിങ്ങൾ കണ്ടുപിടിക്കുവാണെങ്കിൽ ഞാൻ ലഹരിയുടെ ഒരളവ്, എടാ എന്നെ ലഹരി എന്ന് വിളിച്ച് ഞാൻ ഉണ്ടാക്കിയതല്ലയോ, ഞാൻ ജീവിതകാലം മുഴുവൻ കേൾക്കണം. എന്നാലും ഞാൻ തൂഫാനൊപ്പം. മക്കളെ, കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. എന്നെ എന്താ പറയാൻ എനിക്കൊരു കുഴപ്പമില്ല, ആരെന്തോ പറഞ്ഞു, പക്ഷെ കെമിക്കൽ ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. അപ്പൊ ഫുൾ ഓഡിയോ കേട്ടാലോ? എനിക്ക് ഇവന്മാരെ പറയണമെന്നുണ്ട്. എനിക്കിതിൽ ഇടപെടണ്ട. ഞാൻ എത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ? അവരെയൊക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ആരെയും വേദനിപ്പിച്ചെന്ന് ഞാൻ പറയാറില്ല. ഇപ്പം ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. എനിക്കാരെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാ എന്നെ ഒന്ന് ഊക്കണ്ടാന്ന് വന്ന് പറയും. അതുവരെ ഞാൻ ചെയ്യും. നമുക്ക് ഫുൾ ഓഡിയോ കേട്ടാലോ ഗൈസ്? ഇത് ആരൊക്കെ നമ്പറാ ലീക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ തുറക്കുമ്പോ ഇതാ റിയൽ ഞാൻ റിയാക്ട് ചെയ്യണോ? അത് ഇവന്മാരുടെ അടുത്ത ഇനി ഷമീറിന്റെ വക എന്തായാലും കാണുമല്ലോ, അത് വരട്ടെ. അത് കഴിയുമ്പോൾ അവൻ വലിയ ബോംബിടുമല്ലോ. മമ്മൂനെ സെക്സ്വൽ അബ്യൂസ് ചെയ്തു. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം ഇവർ 3 പേരല്ല, ഇവർ 4-5 പേര്, അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്താൽ നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ. നിന്നെന്നും പോലെ ബ്ലാക്ക്മെയിൽ. എടാ നീ എന്താ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദില് ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നാളെ ഇറക്കുന്ന പറയുന്നത്. ഇതുവരെ അത് ഇറക്കില്ല, അത് ഇറക്കുന്ന പറയുന്നത്. മമ്മൂനെ ഞാൻ ഇവിടെ കൊടുത്ത് ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡ്രഗ് തരാൻ നോക്കിയെന്ന്. എനിക്ക് ഇവരെ അറിയാം. എനിക്ക് എല്ലാവരെയും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുടെ വിഷയമായതുകൊണ്ട് പറയുന്ന, ആരും നല്ലതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏതൊരു ഗ്രൂപ്പാണെങ്കിലും ആ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരേ നിയമം ഫോളോ ചെയ്യണം. അതിനകത്ത് ഈഗോ വരാൻ പാടില്ല. അങ്ങനെ നിലനിന്നിട്ടുള്ള എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന് നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ചോദിച്ചു നോക്ക്. നമ്മുടെ ശത്രുക്കൾ നമ്മളെ കൂട്ടുകാരല്ലേ? ഓപ്പോസിറ്റ് വരുന്ന കാറിലിരിക്കുന്ന മാമൻ ശത്രുവാണോ? ഒരു ബസ്സിലിരിക്കുമ്പോൾ ഡ്രൈവർ കണ്ടക്ടർ ശത്രുവാണോ? വിമാനത്തിരിക്കുന്ന പൈലറ്റ് ശത്രുവാണോ? നമ്മളൊരു ബസ്സിൽ വിശ്വസിച്ചിരിക്കും, ഒരു വിമാനത്തിൽ വിശ്വസിച്ചിരിക്കും, പൈലറ്റിനെ വിശ്വസിച്ച് കണ്ടിട്ട് പോലും കാണത്തില്ല നമ്മൾ അവരുടെ മുഖം പോലും. പക്ഷെ കൂടെ നടക്കുന്ന കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് വലിയ പാടാ. ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രശ്നം വരും. ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കൂ. ഒരു മതിൽ പണിഞ്ഞതിന് ശേഷം മറ്റാരെയും സ്നേഹിക്കൂ. അതിനും അപ്പുറത്തെ കാര്യത്തിൽ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ സ്വഭാവം നല്ലതാണോ എന്ന് നോക്കി, നമ്മളുടെ അടുത്തുള്ള പെരുമാറ്റം അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ പ്രൊട്ടക്ട് ചെയ്യുക. 4 നേരം കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പെണ്ണുമ്പിള്ളേയും പിള്ളേരെയും അടിച്ച് നോവിക്കുന്നവന്റെയും പേര് അച്ഛൻ എന്ന് തന്നെയാണ്. ഭർത്താവ് ഇല്ലാത്തപ്പോൾ മരിച്ചു പോകുമ്പോൾ അല്ലെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വിഷം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കൊല്ലുന്നവരുടെ പേര് അമ്മയെന്ന് തന്നെയാണ്. അമ്മമാര് പിള്ളേരെയൊക്കെ എടുത്ത് എറിഞ്ഞു കൊല്ലുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ പോന്നെ. അപ്പം നല്ല അച്ഛനമ്മമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുന്ന നല്ലൊരു സൗഭാഗ്യം നമുക്കും ഉണ്ടാവുന്ന രീതിയിലുള്ള ജീവിതത്തിലെ പെരുമാറ്റത്തിലൂടെ അത് മാറ്റുക. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരില്ല, തെറ്റുകൾ തിരുത്തുക. ഞാൻ തെറ്റു തിരുത്തിയവനാണ്. എനിക്കതുകൊണ്ട് ഏവനെയും ആരെന്തോ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അഭിമാനപൂർവ്വം പറയും, ദിസ് ഈസ് കേരള ജനക്കൂട്ടം വിക്കി തട്ട് പവേർഡ് ബൈ രമാ വേണു. ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് കമന്റ് വേണേലും എനിക്കിടാം. നല്ലത് കണ്ടാൽ ഞാൻ സന്തോഷിക്കത്തില്ല സുഹൃത്തെ, പിന്നാണോ മോശം കണ്ട സങ്കടപ്പെടാൻ? എനിക്കതിനൊന്നും നേരമില്ല. എനിക്ക് എൻ്റെ സന്തോഷങ്ങളുണ്ട്, ഞാൻ അത് ആസ്വദിക്കട്ടെ. അണ്ണന്റെ സ്റ്റെപ്പൊക്കെ ഉണ്ട് സിനിമയില്. ഏത് പോവാ? വീണ്ടും പറയുന്നു, കേരള ജനക്കൂട്ടം രമാ വേണു.